പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് പി സരീൻ കോൺഗ്രസ് വിട്ട് CPM-ന് കൈകൊടുത്തത്. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും നിലം തൊടാൻ സരീന് സാധിച്ചില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മിന്നും വിജയം സ്വന്തമാക്കി. വീണ്ടും മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇതാ സരീനെ പാലക്കാടിൽ നിന്നും പറപ്പിച്ചിരിക്കുകയാണ് CPM. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കേണ്ട എന്ന നിർദ്ദേശം CPM സരീന് നൽകിയതായി ചില മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്നതിനുള്ള അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ സജീവമാണ്. വിവാദങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വിരളമാണ്. സന്ദീപ് വാര്യർ മത്സരിക്കാനാണ് സാധ്യത കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് സരീനെ പാലക്കാടിൽ നിന്ന് മാറ്റുവാനുള്ള CPM ആലോചന തുടങ്ങിയിരിക്കുന്നത്. പാലക്കാട് നിന്ന് മാറ്റി പകരം വിജയസാധ്യതയുള്ള സീറ്റ് പരിഗണിക്കാനാണ് CPM ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പാലത്തോ ഷൊർണൂരോ മത്സരിപ്പിക്കാനാണ് ചർച്ചകൾ നടക്കുന്നത്. ഒറ്റപ്പാലത്ത് സരീലിനോട് പ്രവർത്തിക്കാൻ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായും വിവരമുണ്ട്. എന്നാൽ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്താതെ ഇത് സംബന്ധിച്ച ഒരു പ്രതികരണത്തിനും ഇല്ലെന്ന നിലപാടിലാണ് സരീൻ നിലനിൽക്കുന്നത്. 2021 തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരീന് മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ടെന്ന് CPM-ന് വിലയിരുത്തൽ. സരീനെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA K പ്രേംകുമാറിന് മാറി നിൽക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ചാകും CPM തീരുമാനമെടുക്കുക. പാർട്ടിയിലെ പ്രാദേശികമായ അഭിപ്രായങ്ങളും നിർണായകമാകും. അതേസമയം സരീൻ പാലക്കാട് താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പരിഗണിച്ചാകും CPM തീരുമാനമെടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായ പീഡനക്കേസ് സജീവ ചർച്ചയായിട്ടും തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ ആഘാതം സൃഷ്ടിക്കാനാകാത്തതും സരീനെ പാലക്കാട് നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഘടകമാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഈ അവസരത്തിൽ അവിടെ മത്സരിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിജയിക്കും. കാരണം ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടാക്കിയ ഓളം ഇന്നും അവസാനിച്ചിട്ടില്ല. ഇതോടെ പാലക്കാട് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സരീലിനെ പൂർണ്ണമായും പാലക്കാട് നിന്ന് CPM മാറ്റി നിർത്തുന്നത്. നേരത്തെ കോൺഗ്രസിൽ നിന്നപ്പോൾ അതിശക്തിയായ CPM-നെയും പിണറായി വിജയനെയും വിമർശിച്ച നേതാവാണ് പി സരീൻ. പാലക്കാട് മത്സരിക്കാൻ CPM അവസരം നൽകിയതിന് പിന്നാലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരത്തെ വിമർശിച്ചതിലാണ് ആദ്യ ഖേദം പ്രകടിപ്പിച്ചത്. തന്റെ മുൻകാല നിഷേധാത്മകമായ അഭിപ്രായങ്ങൾ കോൺഗ്രസിനുള്ളിലെ തന്റെ പങ്കിന്റെ ഭാഗമാണെന്നും വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും അന്ന് സരീൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് വ്യക്തമാക്കി. ഇടതുപക്ഷത്തിന്റെ ഐക്യത്തെയും പ്രതിബദ്ധതയെ പ്രശംസിക്കാനും അന്ന് സരീൻ മറന്നില്ല. സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ സരീന്റെ രാഷ്ട്രീയ യാത്ര ഡോക്ടറും സിവിൽ സർവീസുമായി തുടർന്നു. കോൺഗ്രസിനുള്ളിൽ വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും താഴെത്തട്ടിലുള്ള രാഷ്ട്രീയത്തോടും തൊഴിൽ വർഗത്തോടും ചേർന്നു നിൽക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് CPM-ൽ എത്തിയതെന്നും സരീൻ പറയുന്നുണ്ട്. പിന്നാലെ CPM പാലക്കാട് അവസരം നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും സരീൻ അവിടെ തകർന്നടിഞ്ഞു. വീണ്ടും പാലക്കാട് തന്നെ മത്സരിക്കുമെന്ന കോൺഗ്രസിനെ തോൽപ്പിക്കുമെന്നാണ് സരീൻ പറഞ്ഞത്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും പാലക്കാട് കോൺഗ്രസ് തരംഗം സൃഷ്ടിച്ചിരുന്നു. ഇതോടെയാണ് പാലക്കാട് നിന്ന് സരീനെ മാറ്റുവാൻ CPM തീരുമാനിച്ചത്. എന്തായാലും ഈ മാസം അവസാനത്തോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം.